മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 170 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഉത്തമഗീതം 6 മുതൽ 8 വരെ, യെശയ്യാവ് 1-ാം അധ്യായം, എഫേസ്യർ 2-ാം അധ്യായം. ഇതിൽ നിന്നായിരുന്നു ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ റിവീൽ ചെയ്യാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ എന്നുള്ളത് നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: ശൂലേംകാരിയുടെ ഒരു അവയവത്തെ ബൈബിളിലെ ഒരു പർവ്വതത്തോട് ഉപമിച്ചിരുന്നു. അവയവവും പർവ്വതത്തിന്റെ പേരും എഴുതുക എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം അവയവം, ശിരസ്, പർവ്വതം, കർമ്മേൽ. ഉത്തമഗീതം 7:6 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: പഴയ നിയമത്തിൽ ഒരു മകൻ തന്റെ അമ്മയ്ക്ക് വയലിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്ത ഒരു ഫലം പാഠഭാഗത്തുണ്ട്. ഈ ഫലത്തിന് നല്ല വാസന പുറപ്പെടുവിക്കുവാൻ കഴിയും. ഫലം ഏത്? ഉത്തരം ദൂതായി പഴം. ഉത്തമഗീതം 7:14 നമുക്ക് ഈ ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. രൂബേൻ ലേയയ്ക്ക് കൊടുത്ത ഫലമാണ് ദൂതായിപ്പഴം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഭാര്യയുടെ പവിത്രതയെക്കുറിച്ചുള്ള സംശയത്തിന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം എന്ത് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം പത്നി വ്രതശങ്ക എന്നുള്ളതാണ്. ഉത്തമഗീതം 8:6 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. നാലാമത്തെ ചോദ്യം ഇതായിരുന്നു: 2 ലോഹങ്ങൾ ചേർന്ന ഒറ്റപ്പദം ഏത്? ഉത്തരം വെള്ളീയം. യെശയ്യാവ് 1:25 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. ഇതിൽ ലോഹങ്ങൾ, വെള്ളി, ഈയം എന്നുള്ളതാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: ക്രിസ്തു ദൂരത്തുള്ളവർക്കും സമീപത്തുള്ളവർക്കും എന്താണ് സുവിശേഷിച്ചത് എന്നുള്ളതായിരുന്നു. ഉത്തരം സമാധാനം എന്നുള്ളതാണ്. എഫേസ്യർ 2:17-18 നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. എല്ലാവർക്കും ശരി ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത പോർഷൻസ് പറഞ്ഞു തരാം. യെശയ്യാവ് 2 മുതൽ 5 വരെ, എഫേസ്യർ 3-ാം അധ്യായം. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ ഏഞ്ചൽ സൈനിങ് ഓഫ്. ബൈ ആൻഡ് ടേക്ക് കെയർ.